ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. അകാലത്തിൽ പൊരിഞ്ഞുപോയ രാജേഷ് രാഘവൻ എന്ന ചെറുപ്പക്കാരൻ്റെ പാവന സ്മരണയ്ക്ക് നെല്ലിയറ യുണൈറ്റഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആതിഥ്യമരുളിയ ട്രീസ് ഫുട്ബോൾ മാമാങ്കമാണ് ഈ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ഫുട്ബോൾ മത്സരത്തിലെ ഒരു വ്യത്യസ്തമായ മത്സരമാണ് ത്രീസ് ഫുട്ബോൾ. പുതുതലമുറയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദവും. ഫുട്ബോളിൻ്റെ തൻ്റെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് ത്രീസ് ഫുട്ബോൾ നമ്മുടെ നാടുകളിലേക്ക് ചേക്കേറിയത്. അധികം കാലമൊന്നും ആയില്ല എങ്കിലും ഇതിന് ഇന്ന് നല്ല പ്രചാരമുണ്ട് നമ്മുടെ നാടുകളിൽ. 60ഓളം ടീമുകളാണ് ഈ മത്സരത്തിൽ മാറ്റുരച്ചത്. ഇതൊരു ദൈർഘ്യമേറിയ മത്സരമൊന്നുമല്ല, പക്ഷേ ഈ കളി നീണ്ടു നിൽക്കുക ഒരു രാത്രിയും ഒരു പകലുമൊക്കെയാണ്. ഇന്നിവിടെ നടന്നത് ഒരു രാത്രിയിൽ ആരംഭിച്ച് പിറ്റേ ദിവസം പകലും മുഴുവനായി തന്നെ ഇവർ ഗ്രൗണ്ടിൽ ആക്റ്റീവായി നിന്നു. അതിനോടുകൂടി ഇതിൻ്റെ സംഘാടകരും അത്ര നല്ല മത്സരങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ മത്സരം. ഇനി നടക്കുന്നത് ഫൈനൽ മത്സരം. ത്രീസ് ഫുട്ബോളിൻ്റെ വിന്നറെ കണ്ടെത്താനുള്ള ഈ ഗ്രൗണ്ടിലെ അവസാന മത്സരം. രാജേഷ് രാഘവൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഒരു നിമിഷം തലകൾ കുനിച്ചുകൊണ്ട് അവർ ഫൈനൽ മത്സരത്തിലേക്ക്. ടൂർണമെന്റിലെ വിന്നർ ജംബുരുടാൻ ബോയ്സ് കേരളം. രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്ന ബ്ലാക്ക് ആർമി തുള്ളംകല്ല്.